123, 134 എന്നീ സംഖ്യകളെ ഒന്നിൽ കൂടുതലുള്ള ഏതോ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരേ റിമൈൻഡർ കിട്ടുന്നു എങ്കിൽ ഏത് നമ്പർ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക? പതിനൊന്ന് കറക്റ്റ് ആണ്. ആരാ 11 പറഞ്ഞത്? ദേവനിഹാര. നിഹാര ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. ദേവനിഹാരനെ ഒന്ന് കാണട്ടെ. ദേവനിഹാര ഏത് സ്കൂളാ? വടകര. ദേവനിഹാര കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം 134 നിന്ന് 123 അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. അതാണ് എളുപ്പമാർഗം. What is the difference between 134 and 123? 11 ആണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, 123നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? 2. അപ്പൊ 2 ആണ് റിമൈൻഡർ. ശരിയാണ്. ഇനി 134നെ ഞാൻ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഏഞ്ചൽ. ഒരു 11, പിന്നെ 24, 2 11 22. റിമൈൻഡർ എത്രയാണ്? 2. അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്, ഒരേ റിമൈൻഡർ ലഭിക്കുന്നു. 123നെയും 134നെയും ഏതോ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ, ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരേ റിമൈൻഡർ കിട്ടുമെങ്കിൽ ആ റിമൈൻഡർ 2 ആണ്. ഒരേ റിമൈൻഡർ കിട്ടുമെങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് എന്ന ചോദ്യത്തിന് മറുപടി എന്താണ്? നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് പറയൂ. 11 എന്ന് എല്ലാവരും ഒന്നിച്ചെന്ന് പറഞ്ഞേ. 134 നിന്നും 123 കുറച്ചപ്പോ 11 കിട്ടി. കിട്ടിയത് എന്നാണ്. ആ മോളെ പേരെന്താ? ആ മോളെ പേര് ഇവിടെ എഴുതിയിട്ടില്ല. പറഞ്ഞോളൂ, മോളെ പേരെന്താ? ദേവനിഹാര. ഓക്കെ. ദേവനിഹാര സെന്റ് ആന്റണീസിലെ കുട്ടിയാണ്, NMOSന്റെ മോളാണ്. ദേവനിഹാരയുടെ അടുത്ത ചോദ്യം. ആൻസർ പറയാൻ തയ്യാറാണോ? റെഡിയാണ്. ഈ സംഖ്യ ഒന്ന് വായിക്കണം. എത്രയാണ്? 3,79,648. ഇഷാനി, ഈ നമ്പർ എത്രയാണ്? 3,79,648. നിങ്ങൾക്ക് ഇത്ര നമ്പർ വായിക്കാൻ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ആദ്യം റൈറ്റ് സൈഡിൽ നിന്ന് 3 കട്ട് ചെയ്യുക. പിന്നെ ഫ്രം ലെഫ്റ്റാണ്, റൈറ്റ് ലെഫ്റ്റ് 3 കട്ട് ചെയ്തു. പിന്നെ 2 കട്ട് ചെയ്ത് പോയാൽ മതി. എന്നാ പെട്ടെന്ന് വായിക്കാം. 3, 2, 2 അങ്ങനെ ആ രീതിയിൽ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 3,79,648 ഈ സംഖ്യ. ശരിയാണ്. ശരി. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഈ സംഖ്യയെ ഞാൻ 100 ശ്രദ്ധിക്കണേ, കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം, 125 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഹൗ മെനി സീറോസ് അറ്റ് ദ എൻഡ്? ഇങ്ങനെ വിളിച്ച് പറയാതെ കമന്റ് ചെയ്താൽ മതി. നിങ്ങൾ ഇങ്ങനെ 3,79,648 എന്ന സംഖ്യയെ 125 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അതിന്റെ ഒടുവിൽ യൂണിറ്റ് പ്രൈസിൽ അവസാനത്തിൽ എത്ര സീറോസ് ഉണ്ടാവും? എന്താ പേര് പറഞ്ഞത്? അലൻദേവ് രാമനാട്ടുകര അല്ലേ? അതെ. അലൻദേവ്. അലൻദേവ് ന്യൂമാത്സ് വിന്നർ അല്ലേ? അലൻദേവ് ഇപ്രാവശ്യം ന്യൂമാത്സ് കിട്ടിയ സ്റ്റേറ്റ് ലെവല്. ഇതിൽ എത്ര സീറോസ് ഉണ്ടാകും എന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം അതെല്ലാവരും ശ്രദ്ധിച്ചോളൂ. 1 into 2 into 3 into 4 into 5
ഇത് ചെയ്താൽ ഉത്തരം 120 ഇവിടെ 120 അവസാനത്തെ അക്കം 0. ഈ 0 വരാനുള്ള കാരണം ഇഷാനി എന്ന 5ാം ക്ലാസ്സിലെ മോള് പറയൂ. ഈ 0 ഇവിടെ വരാനുള്ള കാരണം ഇതിൽ ഏതെല്ലാം 2 സംഖ്യകളായിരിക്കാം? കാരണം ഇതിലേതെല്ലാം സംഖ്യകൾ വിചാരിച്ചുകൊണ്ടായിരിക്കും? 4 into 5 ആകാം, അല്ലെങ്കിൽ 2 into 5 വന്നുകൂടെ? അങ്ങനെ ഒരു 2ഉം ഒരു 5ഉം ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു 0 വരികയാണ്. ഇനി 2 2ഉം 2 5ഉം ചേർന്നാൽ എത്ര സീറോസ് വരും? 100. എത്രയാണ്? 100. 100. അവിടെ എത്ര 0 വന്നു? 2. ഓ, ഇനി 2 2ഉം ഒരു 5ഉം വന്നാൽ എത്രയാണ് ആൻസർ? 20. 20. അവിടെ എത്ര 0 വന്നു? 1. 10. അപ്പൊ ഏതാണോ ചെറിയത്, അതായത് 5ആണ് ഇവിടെ കുറവ്, അപ്പൊ ഒരു 0. അപ്പൊ 2ഉം 5ഉം അല്ലെങ്കിൽ 2ന്റെയും 5ന്റെയും മൾട്ടിപ്പിൾ വരുമ്പോഴാണ് 0 വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, എനിക്കൊരു കൗതുകം തോന്നുന്നു. എന്താണ് കൗതുകം? ഞാൻ 1 മുതൽ 50 വരെ ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യുകയാണ്. 150. How many zeros at the end? അവസാനത്തിൽ എത്ര സീറോസ് ഉണ്ടാവും? കാര്യം മനസ്സിലാക്കുക, ഓരോ 5 വരുമ്പോഴാണ് സീറോസ് ഓരോന്ന് കൂടുന്നത്. അത് മനസ്സിലാക്കി. 12. 12. ആരാ 12 പറഞ്ഞത്? ആനന്ദേവിനെയാണ്. 12 കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം, ഇവിടെ ലാസ്റ്റ് കാണുന്ന ഈ 50നെ നിങ്ങൾ 5 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 12 കിട്ടില്ല, എന്നാലും നോക്കാം. 10 into 5 ആണ് 50. അപ്പൊ 10 സീറോസ് ഉറപ്പായി. പിന്നെ ഇവിടെയുള്ള ഈ 10 വീണ്ടും 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 5 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 2 കിട്ടുന്നു. 2 5 10. അപ്പൊ 10 + 2 12 സീറോസ് ഉണ്ടാവും അവസാനം. അലൻദേവിനോട് അടുത്ത ചോദ്യം വരുന്നു. അലൻദേവെ 1 മുതൽ 25 വരെ മൾട്ടിപ്പിൾ ചെയ്താൽ അവസാനം എത്ര സീറോസ് ഉണ്ടാവും? 6. അവിടെ 6 സീറോസ് ഉണ്ടാവും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 5 സീറോസ് അല്ല വരുന്നത്. ഈ കിട്ടിയ 5നെ വീണ്ടും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അവിടെ 1 കിട്ടും. അങ്ങനെയാണ് 5 1 6 കിട്ടുന്നത്. ശരി, ഇവിടെ നമുക്ക് ചെയ്യാനുള്ള വിദ്യ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. 3,79,648 എന്ന സംഖ്യയില് 125 കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഒടുവിൽ എത്ര 0 ഉണ്ടാകും എന്ന് ചോദിച്ചാൽ ഇതിന്റെ 5 കൂട്ടങ്ങളാക്കി മാറ്റുക. 125നെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. ഇവിടെ 125നെ നമുക്ക് 5 into 5 into 5 എന്ന് എഴുതാം. ഇവിടെയുള്ള 8നെ നമുക്ക് 2 into 2 into 2 എന്നും എഴുതാം. അപ്പൊ ഇവിടുത്തെ തിരിഞ്ഞു ഇവിടെ 3 സീറോസ് ഉണ്ടാവുന്നു. കാരണം 5കൾ 3 എണ്ണം, 2കൾ 3 എണ്ണം. അപ്പൊ 3 സീറോസ് ഉണ്ടാവും. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം വരാം, അങ്ങനെയാണെങ്കിൽ 64 സാറേ എന്നൊരു ചോദ്യം വരാം. 64 നമുക്ക് 8 into 8 എന്ന് എഴുതാമല്ലോ. 8നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് 2 into 2 എന്ന് എഴുതാമല്ലോ. അപ്പൊ 2ന്റെയും 5ന്റെയും കൂട്ടങ്ങൾ ഒരേ തുല്യമായിട്ടാണ് വരുന്നത്. അവിടെ വരുന്നത് ഇതിന്റെ ഉത്തരമാണ് 3 എന്ന് ഞാൻ അറിയുന്നു. എനിക്ക് തോന്നുന്നത് നമുക്ക് 2ന്റെ ക്യൂബായി 2 into 8നെ നമുക്ക് 2 into 2 into 2 എന്ന് എഴുതാം. അതേപോലെ 125ന് 5 into 5 into 5 എന്ന്. അപ്പോൾ 2 into 5 10. അതേപോലെ 3 എണ്ണ ഉണ്ട്. അപ്പോ 10 into 10 into 10
1000. 1000 3 zeros. അങ്ങനെയാണ് എളുപ്പമാകും. എന്തായാലും കാര്യം ചെയ്യാം. ഇതിന്റെ മോനെ ഇപ്പൊ ബൈക്കിൽ വന്ന കുട്ടി മനസ്സിലാക്കുക, ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ മോനെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അയച്ചെന്നാ പോരെ? പിന്നെ പ്രശ്നമില്ലല്ലോ. കണ്ടിട്ടൊന്ന് എന്റെ സംശയത്തെ മോൻ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞത് കേട്ടോ. മോനെ ക്ലാസ്സില ഏത് ക്ലാസ്സില? ഏഴിലാക്ക്. എന്താ പേര് പറഞ്ഞത്? ധ്രുവദർശൻ. ധ്രുവദർശൻ. 5,13,417. ധ്രുവദർശൻ, അതിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. What is the remainder? ധ്രുവദർശൻ 5,13,417 divided by 17. What is the remainder? ആരോണെ കേൾക്കാം? ആരോണെ ഈ സംഖ്യ 17 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ് റിമൈൻഡർ? അറിയില്ല സാർ. 0 ആണ്. 0 അല്ല സാറേ, ഞാൻ പറഞ്ഞിരുന്നു. എന്താ സംശയം? കാരണം 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ധ്രുവദർശേ 0 അല്ലേ? അതെ സാറേ. 34 17 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 34 17 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 17 ഇല്ലേ? 17 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 0 അല്ലേ? കാരണം എന്താ? അത് 7ന്റെ 17ന്റെ മൾട്ടിപ്പിൾ 3 കൊണ്ട് വിളിച്ചാൽ നമുക്ക് കൂടുതൽ പട്ടിക അറിയില്ല. നമ്മൾ എന്ത് ചെയ്യും? 17 into 3 51 ആണ്. ശരിയല്ലേ? യെസ് ഓർ നോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതാണ് 51 17 into 3, 34 17 into 2, 17 17 into 1. ഇതെല്ലാം 17ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാറുകയാണ്. പിന്നെ എന്താ സംശയം? അവിടെ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പൊ ചോദ്യം ഇതാണ്, what is the all the factors of 30? What is the product of what is the product of all the factors of 30? 30ന്റെ എല്ലാ ഘടകങ്ങളുടെയും പ്രൊഡക്റ്റ് എത്രയാണ്? What is the product of all factors of all factors of 30? നമുക്ക് 6ാം ക്ലാസ് പഠിക്കാനുള്ളതാണ്. 6th സ്റ്റാൻഡേർഡിൽ നമുക്ക് പഠിക്കാനുണ്ട്. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് 30 എന്ന് പറഞ്ഞാൽ 30ന്റെ എല്ലാ ഘടകങ്ങളുടെയും ഗുണനഫലം എത്ര? 30ന്റെ 2 ഘടകങ്ങൾ ഞാൻ ഇവിടെ എഴുതാം. 30 എന്ന് എഴുതിയിട്ട് 1 into 30. 1 30 30ന്റെ ഘടകമാണ്. 1 into 2 ബാക്കിങ്ങൾ പറ. 2 into 15. 15. ധ്രുവദർശ 2 into 15. ധ്രുവദർശ 3 into 3 സാറേ 45 അല്ലേ? 3 into 15. 3 into 15 ഞാൻ 2 into 15 പറഞ്ഞിട്ടുള്ളൂ. 3 into 15 ഞാൻ പറഞ്ഞിട്ടില്ല മോനെ. സോറി സാറേ. എന്താ ചോദ്യം? 3 into 10. 3 into 10. 3 into 10 ആണ്. ഇനി വരാനുണ്ടോ? 5 into 6. 5 into 6 അത് കറക്റ്റ് ആണ്. 5 into 6 ഇതെല്ലാം 30 ആണ്. അപ്പൊ ഒരു 30 ഇവിടെ ഉണ്ട്, ഒരു 30 ഇവിടെ ഉണ്ട്, ഒരു 30 ഇത് അവിടെ ഉണ്ട്, ഒരു 30 ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 4 30 ഉണ്ട്. 30⁻4 എന്ന് ചുരുക്കി പറയാം. അല്ലെങ്കിൽ 30 into 30 into 30 into 30 എന്നും പറയാം. എത്രയാണ്? വേണ്ട, നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ. 3 into 3 into 3 into 3 എത്രയാ നോക്കിയാൽ മതി.
81,000. 3 into 3 into 3 into 3 എത്ര നോക്കിയാൽ മതി. 3 into 3 into 3 into 3. ആ 12. 6. 100. അതറിയില്ല. 81. എന്താ എഴുതില്ലേ? മൾട്ടിപ്പിൾ ചെയ്താൽ മതി, കൂട്ടുകയല്ല ചെയ്യാ. 3 into 3 into 3 into 3. 81. 81. മൾട്ടിപ്പിൾ. 71. 81. 3 into 3 into 3 into 3. 71. 81. കുട്ടികൾക്കുള്ള പ്രശ്നം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് മൾട്ടിപ്പിൾ ചെയ്യാൻ ബുദ്ധിമുട്ട്. 81. 10,000 ആണോ സർ? എന്റെ ചോദ്യം 81 അല്ലേ അത്? 54. Yes. 81. അലൻദേവ് കേൾക്കാമോ? അലൻദേവ് 54 ആണോ? അലൻദേവ് കേൾക്കാമോ? Yes, sir. 81 അല്ലേ? 3 into 3 into 3 into 3. Yes. ആ 81 കൂടെ എത്ര സീറോ വരും മോനെ? 4 0. അത് എത്രയാ വായിക്കുക? 8,10,000. എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഈ 30യുടെ എല്ലാ ഘടകങ്ങളുടെയും ഗുണനഫലമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ അലൻദേവ്? Yes, sir. യെസ്, ശരിയാണ്. ഒരു സ്ക്വയർ വരയ്ക്കാം. എന്താണ് ഇഷാനി ഒരു സ്ക്വയറിന്റെ പ്രത്യേകത? The 4 sides are equal. ഇനി കുറച്ചുകൂടി നമുക്ക് കഴിഞ്ഞാൽ ഏഞ്ചൽ വേറെ അല്ലെങ്കിൽ മറ്റൊരു കുട്ടി വേറെ കാര്യം 4 sides are equal എന്ന് പറയുമ്പോൾ അതൊരു 5ാം ക്ലാസ്സിലെ കുട്ടി പറയുമ്പോൾ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേറെ കുറച്ചുകൂടി പറയാനുണ്ടാവും സ്ക്വയറിനെ പറ്റി. എന്തൊക്കെയായിരിക്കും? എയ്ത്തിലെയും സെവന്തിലെയും കുട്ടികൾക്ക് The 4 sides are upright. The opposite sides are upright. പിന്നെന്താ പറയാനുള്ളത്? ഒരു സൈഡ് 90 ഡിഗ്രി. ആംഗിളോ? ആംഗിള് 90 ഡിഗ്രി മൊത്തത്തിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അല്ല ഒരു ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ഒരു ചതുരത്തിന്റെ ആംഗിള് 150 ഡിഗ്രി. പേര് പറയൂ. ധ്രുവദർശ്. എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യും. കാരണം എല്ലാരും ഇങ്ങനെ വീഡിയോ ആണ്. ഇപ്പൊ അവിടെ മഴയൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? മഴ ഉണ്ടോ? സാറേ അലന്തേവേ മഴ ഉണ്ടോ അവിടെ? അലൻ യെസ്. ഇനി ഒന്നുകൂടി ഇതിന്റെ കൂടെ ചേർത്ത് ഇപ്പൊ ഇവിടെ ഒരു സ്ക്വയർ ആണുള്ളത്, അത് മനസ്സിലായി. നമ്മുടെ പുതിയ ടോപ്പിക്കിന്റെ പേര് ഇതാണ്, എഴുതി വെച്ചോളൂ. കൗണ്ടിങ് ഫിഗേഴ്സ്, രൂപങ്ങളുടെ എണ്ണം. ഹെഡിങ് അതാണ്, കൗണ്ടിങ് ഫിഗേഴ്സ്, രൂപങ്ങളുടെ എണ്ണമാണ്. ആദ്യം നമ്മൾ സ്ക്വയർ പല രീതിയിൽ ക്രമീകരിക്കുമ്പോൾ അത് എത്ര സ്ക്വയർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഇന്ന് ആദ്യത്തെ ചർച്ച ചെയ്യുന്നത്. ബാക്കിയുള്ള ക്ലാസ്സിൽ നമുക്ക് നാളെ ചർച്ച ചെയ്യാം ഇതിന്റെ ബാക്കി വരിക. ശരി, ഇതിലെത്ര സ്ക്വയർ ഉണ്ട് എന്നാണ് നമ്മൾ ആദ്യം പരിഗണിക്കുന്നത്. ഇവിടെ ഒരു സ്ക്വയർ ആണെന്ന് മനസ്സിലായി. ഇനി വീണ്ടും ഞാൻ അടുത്തതിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ, എല്ലാവരും എന്റെ കൂടെ വരച്ചോളൂ. കോപ്പി പേസ്റ്റ് അടിച്ചു ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചേർത്ത് വെച്ച് ഒരേ വലിപ്പത്തിലുള്ള സ്ക്വയർ. ആരോ ആള് മൈക്ക് ഓൺ ചെയ്ത് അവിടെ പിടിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു സ്ക്വയർ നിങ്ങൾ വരച്ചിട്ടുണ്ട്. ഇപ്പം വീണ്ടും നിങ്ങൾ വരയ്ക്കാൻ പോകുന്നു അടുത്ത സ്ക്വയർ. മൈക്ക് ആവശ്യത്തിന് ഓൺ ചെയ്ത് വെക്കുക, വീഡിയോ ഓൺ ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. ശരി, ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് 4 ഒരേ സ്ക്വയർ ചേർത്ത് വെച്ചതാണ്. 4 ഒരേ സ്ക്വയർ ചേർത്ത് വെക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഒരു സ്ക്വയറിന് വരച്ച് കണ്ടിട്ടുണ്ടാവും, അതവിടെ കിടക്കട്ടെ. ആദ്യം നിങ്ങൾ ഒരു സ്ക്വയർ വരച്ചു, അതവിടെ കിടക്കട്ടെ, അവിടെ കിടന്നു. പിന്നെ 4 ചേർത്ത് വെച്ചു, 4 ചേർത്ത് വെച്ചിരിക്കുകയാണ്. ചോദ്യം ഇതാണ്, ധ്രുവദർശ്, ഹൗ മെനി സ്ക്വയർസ് ആർ ഹിയർ? 1 2 3 4 5 sir. 5 ആണ്. 6 മുകളിലത്തെ കൂട്ടിയിട്ട്
ആ മൊത്തം നിങ്ങൾക്ക് സ്ക്വയർ 1 2 3 4 1 വലുതും 5 അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ നമ്പർ കൊടുത്താൽ മതി. അതാണ് കുറച്ചുകൂടി എളുപ്പം. 1ഉം 2ഉം മേലെ കൊടുക്കുക, റോസ് ഓഫ് കോളംസിന് നമ്പർ കൊടുക്കുക, താഴെയും 1ഉം 2ഉം നമ്പർ കൊടുക്കുക. എന്നിട്ട് ഇവിടെയുള്ള വലുത് കൊണ്ട് ആദ്യം മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പൊ 2 × 2 4 കിട്ടുന്നു. ഇനി അടുത്ത ചെറുതിനെ അടുത്ത അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്യുക, 1 × 1. അങ്ങനെ 4 + 1 5 കിട്ടുന്നു. രണ്ടാമത്തെ അതാണ്. ഇനി മൂന്നാമത്തതിലേക്ക് പോവുകയാണ്. ഇത് വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. ഏഞ്ചൽ. യെസ്. യെസ്. അടുത്ത ഏഞ്ചലിനോടാണ് ചോദ്യം. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഞാൻ വീണ്ടും ഇവിടെ എണ്ണം കൂട്ടുകയാണ്. എണ്ണം കൂട്ടുമ്പോൾ ഞാൻ ഇതൊന്ന് മായ്ക്കട്ടെ മോളെ. എവിടെയാണ് ഇതൊക്കെ ഒന്ന് പോട്ടെ. നിങ്ങൾ എണ്ണ എങ്ങനെയാ കൂട്ടേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വരച്ചോളെ, എനിക്കിപ്പോ വേഗം കഴിയും. ഞാൻ ഇവിടുന്ന് പേസ്റ്റ് ചെയ്താൽ മതി. ഏഞ്ചലേ വരയ്ക്കുന്നുണ്ട് സാർ. ആ സോറി, അയ്യോ പോയി. ത്രീ ഇൻറ്റു ത്രീ ആണ്. 3 × 3. ശരി, ഇവിടെ എത്ര സ്ക്വയേഴ്സ് ഉണ്ടാവും എന്നാണ് ചോദ്യം. 14 ആണോ സർ? നോക്കാം നമുക്ക്. ആരാ പറഞ്ഞത്? അനിക മോഹൻ. അനിക മോഹൻ, കണ്ണൂർ ജില്ലയിൽ. കണ്ണൂർ ജില്ലയിൽ മോഹൻ. അനിക മോഹൻ കേൾക്കാമോ? യെസ് സർ. അനിക മോഹൻ പറഞ്ഞത് ശരിയാണ്. നോക്കട്ടെ. ഇവിടെ 1 2 3 എന്ന് നമ്പർ കൊടുത്തു. ഇവിടെ ഈ 1 2 3 എന്ന് നമ്പർ കൊടുത്തു. ഇത് പല രീതിയിൽ കണ്ടുപിടിക്കാം. ഞാനൊരു മാർഗമാണ് പറയുന്നത്. ഇവിടെയുള്ള ഈ വലിയ 3യും ഇവിടെയുള്ള വലിയ 3യും ഒരേ നമ്പറാണ്. അത് നമ്മൾ അതിനെ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്തു. 3 × 3 എത്രയാണ് അനിക? 3 × 3 9. അടുത്തയായ 2ഉം 2ഉം തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തു. വാട്ട് ഈസ് 2 × 2? 4. പിന്നെ അടുത്ത് 1 × 1 ചെയ്യണം. 1. 1. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ്? 14. അപ്പൊ 14ആണ്. എന്താ പറയുന്നത്? കേട്ടില്ല. സ്ക്രീന് കാണുന്നില്ലല്ലോ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഫോൺ ചരിച്ചു പിടിക്കൂ. ഫോൺ ചരിച്ചു പിടിച്ചു. മറ്റുള്ള കുട്ടികൾ സ്ക്രീൻ കാണുന്നുണ്ടോ? ഫോൺ ചരിച്ചു പിടിച്ചിട്ടുണ്ടാവും. ഫോൺ ചരിച്ചു പിടിച്ചാൽ റെഡി ആയിക്കോളും. ഫോൺ കുത്തനെ പിടിച്ചാൽ കിട്ടൂല. ശരി, അടുത്തതിലേക്ക് പോവാം. അനിക മോഹൻ കേൾക്കാമോ? യെസ് സർ. അനിക മോഹൻ 2 ചോദ്യത്തിന് മറുപടി പറഞ്ഞേ തയ്യാറാവും. 2 ചോദ്യത്തിന് മറുപടി പറയണം. നോക്കട്ടെ എങ്ങനെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ വീണ്ടും ചേർത്ത് വെക്കുകയാണ്. ഒരെണ്ണോടി ചേർത്ത് വെച്ചു. അപ്പൊ 4 ആയി. അടുത്ത ഒരെണ്ണോടി ചേർത്ത് വെച്ചു. അടുത്തൊരെണ്ണോടി ചേർത്ത് വെച്ചു. അടുത്തൊരെണ്ണം ചേർത്ത് വെച്ചു. നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി എത്ര സമയം തരുന്നു കേട്ടോ. കാരണം എനിക്കിത് വേഗം കഴിയാൻ വരയ്ക്കും. നിങ്ങൾ അതിൻ്റെ അനുസരിച്ച് വരച്ചോട്ടെ അനുസരിച്ച് സമയം തരികയാണ്. അനിക മോഹൻ വരച്ചോ? സർ 30 ആണോ?
ഞാൻ തീർത്തില്ല. തീർക്കട്ടെ മോളെ, തീർക്കട്ടെ. എല്ലാവരും 4x4. അങ്ങോട്ടും റോസും കോളംസും ഈക്വൽ ആണ്. 4x4 അതാണ് ചെയ്യേണ്ടത്. സർ ആൻസർ കിട്ടി. എത്ര? 30. 30 ആണ്. അപ്പൊ രീതിയിൽ തന്നെ ചെയ്താൽ മതി. 1 2 3 4 1 2 3 4 രണ്ട് ഭാഗത്തും 4x4. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 4x4 ചെയ്തു. അത് എത്രയാണ് അനികാ മോഹൻ? 4x4 16. ഇനി 3x3 ചെയ്തു. എത്രയാണ്? 9. ഇനി 2x2 ചെയ്തു. എത്രയാണ്? 4. ഇനി 1x1 ചെയ്തു. എത്രയാണ്? 1. ഇതെല്ലാം കൂട്ടുന്നു. എത്രയാണ്? 30. അപ്പം 30 ആണ് ആൻസർ കിട്ടുന്നത്. കറക്റ്റ് ആണ്. ശരി, ഇനി അനികാ മോഹൻ കേൾക്കാമോ ഞാൻ പറയുന്നത്? Yes, sir. അനികാ മോഹന്റെ സൗണ്ട് കേൾക്കുന്ന ആള് വീഡിയോ കാണുന്നില്ല. വീഡിയോ നോട്ട് ചെയ്തേ. ശരി, ഇതാണ് അനികാ മോഹൻ. അനികാ മോഹൻ, ഞാൻ ഇവിടുന്ന് ഈ ലാസ്റ്റിലുള്ള ഈ കുഞ്ഞു സ്ക്വയർ ഞാൻ എടുത്ത് മാറ്റി എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതിൽ എത്ര സ്ക്വയർസ്? എല്ലാവർക്കും മറുപടി പറയാം. അതിൽ ആ കുഞ്ഞു സ്ക്വയർ ഞാൻ മാറ്റിയാൽ അതിലെത്ര സ്ക്വയർ? 29. അല്ല. 26. 29 അല്ല. 27. 26. 26 ആയിരിക്കും അനികാ മോഹൻ. അതറിയാമോ എങ്ങനെയാ കിട്ടുന്ന വിദ്യ? നിങ്ങൾ ഇതും ഇവിടെ ചേർത്ത് വെച്ചുകൊണ്ട് നേരത്തെ ആ കുട്ടി പറഞ്ഞ 30 കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വരി അങ്ങ് മൈനസ് ചെയ്യുക. ഇതിലൊരു വരിയിൽ 4 പേരുണ്ട്. ആ 4 അങ്ങോട്ട് മൈനസ് ചെയ്താൽ കിട്ടുന്ന 26 ആയിരിക്കും നമ്മുടെ ആൻസർ. അത് മനസ്സിലാക്കി വെച്ചോളൂ. മത്സര പരീക്ഷ അല്ലേ, ചിലപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. അലൻ, മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയോ ധ്രുവദർശ്? ധ്രുവദർശ് ക്ലിയർ ആയോ? യെസ്. ഇനി ഒരു ചെറിയ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നത്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോഴും റോസും കോളംസും ഈക്വൽ ആയിട്ടാണ് ഞാൻ തന്നതെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അങ്ങനെയല്ലാതെയും വരാം. ഇങ്ങനെയാണ് തരുന്നതെങ്കിലോ? ഇത് നിങ്ങൾ വരയ്ക്കണേ. പല മത്സര പരീക്ഷയ്ക്കും റോസും കോളംസും ഈക്വൽ അല്ലാതെയായിട്ടും വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടാകും എന്ന് പറയാൻ കഴിയണം. അത് കണ്ടുപിടിക്കാനുള്ള വിദ്യ ഞാൻ പറഞ്ഞുതരാം. How many squares are here? 7 squares, sir. നോക്കട്ടെ, എത്ര ഉണ്ട് നോക്കട്ടെ. ആദ്യം നമുക്ക് എണ്ണി നോക്കാം. Sir 6 ആണോ? Sir 8 ആണോ? 8. ആദ്യം നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 ഇങ്ങനെയാണ് ശരിക്കും. നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 8 കിട്ടുന്നുണ്ട്. പക്ഷെ കണ്ടുപിടിക്കാനുള്ള വിദ്യ എഴുതി വെച്ചോളൂ. 1 2 3 എന്ന് നമ്പർ കൊടുക്കുന്നു. 1 2 എന്നിങ്ങനെയും നമ്പർ കൊടുക്കുന്നു. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെയുള്ള വലുതും പരിഗണിക്കുന്നു. 3 × 2 ചെയ്യുന്നു. ദാറ്റ് ഈസ് 6. പിന്നെ ഇവിടെയുള്ള വലുതും 2 × 1 ചെയ്യുന്നു. ദാറ്റ് ഈസ് 2. അങ്ങനെ 6ഉം 2ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്ന 8 ആയിരിക്കും നമ്മുടെ ആൻസർ. പക്ഷെ ഇവിടെ ഈ ഒരെണ്ണത്തിന് ആളില്ലാത്തതുകൊണ്ട് അയാൾ അവിടെ കിടന്നോട്ടെ. നമ്മൾ ഇത് രണ്ടും മാത്രം പരിഗണിക്കുന്നു. 3 × 2 2 × 1 അങ്ങനെ ചെയ്തതിന് ശേഷം ഇവിടെയുള്ള 1-നാണ് ആളില്ലാത്തത്. ആ 1 നമ്മൾ അവിടെ നിർത്തുന്നു. ഇവിടെ ഒരു 1 ഇവിടെ ബാക്കി വന്നു. ഇതിനനുസരിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം.
അപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ഇങ്ങനെയുള്ള വലിയൊരു ചോദ്യം തന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ് പറയാൻ പോകുന്നത്. ക്ലിയർ ആക്കൽ പറയണേ, വീണ്ടും വീണ്ടും പറഞ്ഞു തരും, പഠിക്കണ്ട. ശരി, നമുക്ക് എങ്ങനെയാണ് അടുത്തതിലേക്ക് പോകാൻ നോക്കാം. ഇവിടെ കൊടുത്തു. ഇനി അടുത്തത് കുറച്ചുകൂടി വലിയൊരു സംഭവം കൊടുക്കുകയാണ്. നിങ്ങൾ കണ്ടുപിടിക്കണം. ഇവിടെ 4 ഉണ്ടാവും. ഇവിടെ ഇങ്ങനെയാണ് കൊടുത്തതെങ്കിൽ ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ഹിയർ? പതിനഞ്ച്. നോക്കാം. 1 2 3 4 1 2. അപ്പോൾ 4 × 2 ചെയ്തിട്ട് 8 കിട്ടുന്നു. 3 × 1 ചെയ്തിട്ട് 3 കിട്ടുന്നു. സാർ 11 11 ശരി. അതെങ്ങനെയാ 11 എണ്ണി നോക്കാം നമുക്ക്. 1 2 3 4 5 6 7 8 9 10 11. 1 2 3 8 + 3 11. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ച് യെസ് എന്ന് പറയണം. യെസ്. അപ്പൊ നമുക്ക് സ്ക്വയേഴ്സിന്റെ കയർ ടൈപ്പ് എങ്ങനെയാ വരാൻ നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടൈപ്പിലേക്ക് പോവുകയാണ്. ഇപ്പൊ ഒരു ടൈപ്പ് നമ്മൾ പഠിച്ചു, റോസ് ആൻഡ് കോളംസ് ഈക്വൽ ആവുന്ന പഠിച്ചു, ഈക്വൽ അല്ലാത്ത പഠിച്ചു. അതെങ്ങനെയാണ് എളുപ്പവഴിയിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. ഇനി സ്ക്വയേഴ്സ് തന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മറ്റു ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. നോക്കൂ എല്ലാവരും. നിങ്ങളെന്താരും ഒന്നും മിണ്ടാത്ത? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളൂ മക്കളെ. ഒരു സ്ക്വയർ വരയ്ക്കും. എല്ലാവരും ഒരു സ്ക്വയർ വരച്ചു. ആ സ്ക്വയറിനെ നമുക്ക് 4 ഭാഗമാക്കാൻ ശ്രമിച്ചാലോ? ഓക്കെ സാർ. ഏഞ്ചൽ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കാം. ഇതില് 4 സ്ക്വയർ അല്ലല്ലോ ഏഞ്ചലേ ഉള്ളത്. അല്ല. എത്ര ഉണ്ട്? 5 ഉണ്ട്. 5 4 ചെറുതും 1 വലുതും. ശരിയല്ലേ? ശരിയാണ്. ശരിയാണ്. എങ്കിൽ ഏഞ്ചൽ ഞാൻ ഒരു സ്ക്വയറും കൂടി ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. അയ്യോ, അതങ്ങ് തിരിഞ്ഞുപോയി. ഇതെല്ലാം മത്സര പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്നതാണേ. ഏഞ്ചൽ ഇപ്പൊ എത്ര സ്ക്വയർ ഉണ്ട് ഇതില്? 6. 6 അപ്പോ ആ നടുക്കുള്ള സ്ക്വയർ. അപ്പൊ 4 1 5 1 6. അത് ശരി. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുത്താലോ? 5 + 1 എന്ന് കൊടുത്താൽ പോരെ ഏഞ്ചലെ? പോരെ? പോരെ? മതി. 5 + 1 ആണ് ഇരിക്കുക. 5 + 1 6 ആണ്. അപ്പോ കഴിഞ്ഞ 2 വർഷം മുമ്പുള്ള USS പരീക്ഷയ്ക്ക് ചോദിച്ചത് സ്ക്വയറിന്റെ എണ്ണം അല്ലായിരുന്നു. ഇതിലെത്ര റെക്ടാങ്കിൾ ഉണ്ടെന്നാ ചോദിച്ചത്. സോറി, ഇതിലെത്ര ട്രയാങ്കിൾ ഉണ്ടെന്നാ ചോദിച്ചത്. ട്രയാങ്കിൾ. ഇതിലെ ട്രയാങ്കിൾസിന്റെ എണ്ണം ചോദിക്കും. ഞാൻ ആ ട്രയാങ്കിൾ എടുക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും ഇതെത്ര ട്രയാങ്കിൾ ഉണ്ട്? അതിലെത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? 10. 12. വന്നിട്ടുണ്ട്. പിന്നെ 12. 11 വന്നിട്ടുണ്ട്. പിന്നെ 14. 14 വന്നിട്ടുണ്ട്. പിന്നെ 12. 12 വന്നിട്ടുണ്ട്. പിന്നെ 30 വന്നിട്ടുണ്ട്. പിന്നെ 12
ഒരു സങ്കടം ഇത്. ഇഷാനിയോട് ചോദിക്കട്ടെ. ഇഷാനി, ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് മോളെ? ട്രയാങ്കിൾ എടുക്കാൻ പോകുന്നാളൂ പറഞ്ഞിരുന്നേ. ആ, ട്രയാങ്കിൾ, ത്രികോണം എത്ര ഉണ്ടെന്ന്? 12. അതാരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? എണ്ണി നോക്കി പറഞ്ഞത് അല്ലേ? ഇതിന്റെ എളുപ്പ വിദ്യ ഉണ്ടോ? ടീച്ചറോട് ചോദിക്കാം എന്താ എളുപ്പ വിദ്യ ഉണ്ടോന്ന്. 1 2 3 എന്നൊക്കെ എണ്ണി നോക്കിയതാണ്. ശാരല്ലേ നമ്മള് തന്നെ നോക്കാം. 1 2 3 4 5 6 എനിക്ക് 8 എന്നാ കിട്ടിയുള്ളൂ. ആ, ബാക്കിയൊക്കെ ഏതൊക്കെയാ? പിന്നെ 8 9 10 12 ഇങ്ങനെയാ? 9 10 11 12 അങ്ങനെയാണോ? അങ്ങനെയായിരിക്കില്ലേ? അപ്പൊ ശരിയാ, ഇഷാനി പറഞ്ഞത് ശരിയാണ്. ഇഷാനി പറഞ്ഞത് ശരിയാണ്. 12 എണ്ണാണ്. അതിൽ കൂടുതൽ ആർക്കേ കിട്ടിയോ? അതാർക്കാ കൂടുതൽ കിട്ടിയേ? 12 കൂടുതൽ കിട്ടിയേ ട്രയാങ്കിൾ ആണേ. ത്രികോണങ്ങളുടെ എണ്ണാണ് ചോദിച്ചത്. 12 കൂടുതൽ ആർക്കേ കിട്ടിപ്പോയോ? ശരി, നമ്മളിപ്പോ ത്രികോണത്തിന്റെ കാര്യം എടുത്തിട്ടില്ല. നമ്മൾ അതിന്റെ ഇടയ്ക്കൊന്ന് ആ ചിത്രം കണ്ടപ്പോൾ ത്രികോണത്തിന്റെ ഒരു കാര്യം ഓർമ്മ വന്നെന്ന് മാത്രം പറഞ്ഞേ ഉള്ളൂ. അത് ത്രികോണത്തിന്റെ സമയത്ത് പഠിക്കാം. നമ്മൾ വീണ്ടും സ്ക്വയറിലേക്ക് തന്നെ പോവുകയാണ്. എല്ലാവരും സ്ക്വയർ വരച്ചു, വീണ്ടും വരച്ചു, വീണ്ടും കൊടുത്തു. ഞാൻ ഈ വരച്ച പോലെ തന്നെ വരച്ചോളെ. ഇതിങ്ങനെ ചേർത്ത് വെച്ചു, ഇങ്ങനെ ചേർത്ത് വെച്ചു, ഓക്കെ. ഇനി അടുത്ത അടിയിലൊന്ന് കൊടുത്തു, ഇവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു. ഓ, ഇവിടെ എന്റെ ചോദ്യം സ്ക്വയർ ഉണ്ട് എന്നുള്ള ചോദിച്ചാൽ നിങ്ങൾ പറയും നേരത്തെ പറഞ്ഞതായതുകൊണ്ട്. പക്ഷെ ഞാൻ ചില മാറ്റങ്ങൾ വരുത്തുകയാണ് അവിടെ. എന്താ മാറ്റം നോക്കോളെ? എന്തായിരിക്കും ഇഷാനി? ഇവിടെ നിന്ന് ഇങ്ങനെ പോയി, ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. അയ്യോ, പിന്നെ ഇങ്ങോട്ട് വന്നു, പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടും വന്നു. ശരി, ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ഹിയർ? ഓപ്ഷൻ തരാൻ പേടിക്കണ്ട. 9 പോയോ? 9 8 6 7. ആലോചിച്ചാണേ പറയാവോ? 9 ആരാണ് ആദ്യം 9 പറഞ്ഞത്? ഓ, ഏഞ്ചൽ. ഏഞ്ചൽ 9 ശരിയാണ്. ഏഞ്ചലെ കുറെ കുട്ടികൾ 9 പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ശരിയാണ്. 9 ശരിയാണ്, സംശയമില്ല. 9 ആണ് ശരി. ഞാൻ ഇന്ന് സ്ക്വയേഴ്സ് മാത്രം എടുത്തിട്ട് ഇന്ന് അവസാനിപ്പിക്കും. നാളെ വൈകിട്ട് 7:30 മണിക്ക് വീണ്ടും ക്ലാസ് ഉണ്ട്. അടുത്ത ആഴ്ച മുതൽ ഒരൊറ്റ ചോദ്യം, 2 ചോദ്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. സ്ക്വയേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാനാണ്. യെസ്, എന്താ പറയാനുള്ള പറഞ്ഞോളൂ. നാളെ ക്ലാസ്സിൽ എനിക്ക് ചേരാൻ പറ്റൂല. വേണ്ട, ആർക്കാ ചേരാൻ പറ്റാത്ത? ഇഷാനിക്ക് പ്രശ്നമില്ല. ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടെന്ന പോരെ? ചെയ്തുതരാം കേട്ടോ. മാറ്റാൻ കഴിയോ? ടൈം എപ്പോഴത്തേക്കാ വേണ്ടി? നിങ്ങൾക്ക് ഏതാ സമയം അത് പറഞ്ഞോളൂ. 7 to 8:30 വേറെ എപ്പോഴാണെങ്കിലും പ്രശ്നമില്ല.
നിങ്ങളുടെ നിങ്ങൾക്ക് ഏത് സമയത്താണ്? ഞാനിപ്പോ പറഞ്ഞല്ലോ, അടുത്ത ആഴ്ച മുതല് NMMCയുടെ കുട്ടികളെ വേറെ ആക്കിയിട്ട് അവരോട് മാത്രം ഗ്രൂപ്പ് ചോദിക്കും നിങ്ങൾക്ക് കൺവീനിയന്റ് ആയ സമയം എപ്പോഴാണെന്ന്. USSന്റെ കുട്ടികളെ വേറെ അവരോടും ചോദിക്കും. എന്നിട്ട് ഗ്രൂപ്പിലൂടെ തന്നെ നിങ്ങൾ മറുപടി തന്നാൽ മതി. എന്റെ എല്ലാവരും യോജിച്ച ഒരു സമയം എടുക്കാൻ ആ സമയത്ത് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഞാൻ മക്കളോട് പറയട്ടെ പറഞ്ഞോളൂ എന്ന് പറയൂ. ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ എന്ന് പറയൂ, സന്തോഷത്തോട് പറഞ്ഞോളൂ എന്ന് പറയൂ. 5:30ക്കാണ് ഇഷ്ടം. നിങ്ങൾ വരുമോ? എത്ര പേർ തയ്യാറാവും? തയ്യാറാവുന്ന കുട്ടികൾ അവരവരുടെ പേര് പറയൂ. എപ്പോഴാ ടൈം കൂടി പറയോ? രാവിലെ 5:30. സാറേ മദ്രസ മദ്രസ ഉണ്ടോ? എനിക്കറിയില്ല 5:30 മദ്രസ ഉണ്ടോ. അപ്പൊ തയ്യാറാണെങ്കിൽ ഞാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാം. സാറേ നമുക്കൊരു കാര്യം ചെയ്യാം. തൽക്കാലം നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് അങ്ങ് പോകാം. ഈ ചോദ്യം ശ്രദ്ധിച്ചോളെ. നമ്മളൊരു സ്ക്വയർ വരച്ചു. സ്ക്വയർ ഒന്ന് വലുതാക്കണം. വലുത് വരയ്ക്കട്ടെ മക്കളെ. ഓ രാവിലെ 5:30 നോക്കാം. ഞാൻ പറയാം നിങ്ങൾ കേട്ടോ. ഓക്കെ. സ്ക്വയർ വരച്ചു. ആ സ്ക്വയറിനെ 4 ഭാഗമാക്കി. എല്ലാവരും ചെയ്തു. 4 കുഞ്ഞു സ്ക്വയറാക്കി മാറ്റി. നിങ്ങളുടെ ഹോംവർക്ക് ആണേ. HW. ഇപ്പം മറുപടി തരണ്ട. യൂട്യൂബിൽ ക്ലാസ് വരുന്ന സമയത്ത് മറുപടി തന്നാൽ മതി. ഹോംവർക്ക് ആണ്. ഇപ്പൊ ആരും മറുപടി തരണ്ട. ഞാൻ അതിനുശേഷം കുറച്ച് കളറൊക്കെ മാറ്റുന്നുണ്ട് ഞങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട്. വീണ്ടും അതിൻ്റെ ഉള്ളിൽ എങ്ങനെ മനസ്സിലായില്ല? എന്താണ് ക്വസ്റ്റ്യൻ? ഇതാണ്, ചിത്രം വരയ്ക്കുന്നേ ഉള്ളൂ. ഇതിൽ എത്ര സ്ക്വയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണേ. ആ ചിത്രം കംപ്ലീറ്റ് ചെയ്യട്ടെ. ആയിട്ടില്ല, തീർന്നില്ല. അതിനുശേഷം വീണ്ടും ഷാനി വായിക്കുന്നുണ്ടോ? ഏഞ്ചലേ വരയ്ക്കുന്നുണ്ടോ? നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കുമ്പോ നല്ല വൃത്തിയിൽ വരച്ചോളൂ കേട്ടോ. എനിക്കറിയാം ഇതെല്ലാം സ്ക്വയർ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചോദ്യം ഇതാണ്. ഇതിൽ എത്ര സ്ക്വയർ ഉണ്ട്? ഇഷാനി തലക്ക് കൈ കൊടുക്കുക. ഇതെങ്ങനെ സാധിക്കും? ഇത് എത്ര സ്ക്വയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് യൂട്യൂബിൽ ക്ലാസ് വരുന്ന സമയത്ത് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. മക്കൾക്ക് യൂട്യൂബിൽ ക്ലാസ് വരുന്ന സമയത്ത് കമന്റ് ചെയ്താൽ മതി. ഒരു ചോദ്യം ഞാൻ തരികയാണേ, ശ്രദ്ധിച്ചോളൂ. ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിന്നുള്ള ചോദ്യമാണ്. 2 ചിത്രം തന്നിട്ട് അതിലെ സ്ക്വയേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത്. നേരത്തെ നമ്മൾ 4x4 ചെയ്തതിന്റെ തൊട്ട് തന്നെ ഞാൻ സ്പീഡിൽ വരയ്ക്കുന്നുണ്ട്. 1 2 3 4 ഇതൊക്കെ സ്ക്വയർ ആണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഞാൻ. 1 2
3, 4. തീർന്നില്ല. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് ചിത്രങ്ങൾ കൊടുക്കുന്നത്. സ്ഥിരം വരുന്ന പരീക്ഷക്ക് ഇങ്ങനെ 2 ചിത്രങ്ങളാണ് ഞാൻ തരുന്നത്. നിങ്ങളുടെ ചോദ്യം ഇതാണ്, ഈ 2 ചിത്രത്തിലും ചിത്രം 1 ചിത്രം 2 ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദെയർ? ഒന്നാമത്തെ ചിത്രത്തിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്, രണ്ടാമത്തെ ചിത്രത്തിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? അപ്പൊ വരയ്ക്കുമ്പോൾ സ്ക്വയർ ആയിട്ട് തന്നെ വരച്ചോളേ. ഞാൻ ചില സമയത്തൊക്കെ സ്കെയിലൊന്നും ഇല്ലാതെ വരച്ച അളവുകൾ നിൽക്കാതെ വരച്ചത് കൊണ്ടാണ്. അപ്പൊ സ്ക്വയർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് 1-2 കാര്യം പറയട്ടെ. ഗൈഡിന്റെ കുറെ ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗൈഡ് എത്താൻ നിങ്ങൾക്ക് വൈകുന്നത്. താമസിയാതെ എത്തിക്കോളൂ. ഞാനൊരു ആപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിൽ സാറിനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും കുട്ടികൾ അത് വിളിച്ചിട്ടില്ലെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ നമ്പർ തരാം. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ലാഡർ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ആപ്പ് 1 മാസത്തേക്ക് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾക്ക് അതിൽ കൂടെ ലഭിക്കും. പിന്നെ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ടോപ്പിക്കൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും, ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഓരോ ക്ലാസ് പ്രത്യേകം ഗ്രൂപ്പാക്കിയിട്ട് 8ാം ക്ലാസ് വേറെ 7ാം ക്ലാസ് വേറെ ആയിട്ട് ക്രമീകരിക്കാൻ പോവുകയാണ്. മെന്റലിറ്റി ക്ലാസ്സുകളൊക്കെ NMSന്റെ കുട്ടികൾക്ക് ആ സമയത്ത് വേറെ തന്നെ എടുക്കും. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ 2 സമയങ്ങളിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ 5:30 മണിക്കുള്ള ക്ലാസ് ആണ്. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും പ്രയാസമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ വിളിക്കാം. ടൈം ഞാൻ മാറ്റിത്തരാം. നിങ്ങൾക്ക് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി എന്നെ അറിയിക്കണം. എല്ലാ ക്ലാസ്സിലും ഇനി മുതൽ പങ്കെടുക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ ടോപ്പിക് ബേസ് ആയിട്ടാണ് ഇനി ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.